വർഗീയ പരാമർശത്തിൽ ബി.ജെ.പി. നേതാവും ഗുരുവായൂരിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയുമായ ബി ഗോപാലകൃഷ്ണനെതിരെ കേസെടുത്തു പോലീസ്. ഗുരുവായൂർ ടെമ്പിൾ പോലീസാണ് തൃശൂർ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം കേസെടുത്തത്. സാമുദായിക വികാരം ഉപയോഗിച്ച് വോട്ട് തേടിയെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണ്ടെത്തൽ. വർഗീയ പരാമർശത്തിൽ ഉറച്ചുനിന്ന ബി ഗോപാലകൃഷ്ണൻ ഇന്നും പരാമർശം ആവർത്തിച്ചു. തുടർച്ചയായ വർഗീയ പരാമർശത്തിൽ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തത്. ജനാധിപത്യ പ്രാതിനിധ്യ നിയമം, മാതൃകാ പെരുമാറ്റച്ചട്ടം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. ബി ഗോപാലകൃഷ്ണൻ സാമുദായിക വികാരം ഉപയോഗിച്ച് വോട്ട് നേടിയെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണ്ടെത്തൽ. അതേസമയം ഗുരുവായൂരിലെ വർഗീയ പരാമർശത്തിൽ ഉറച്ചുനിൽക്കുകയാണ് ബി ഗോപാലകൃഷ്ണൻ. വിവാദ പരാമർശത്തിൽ ഉറച്ചുനിൽക്കുക മാത്രമല്ല, ഇന്ന് വീണ്ടും കടുത്ത പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു. നിലവിളക്ക് കൊളുത്തുന്നത് ഹറാമാണെന്ന് പ്രഖ്യാപിക്കുന്നവർക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിന് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിതൊക്കെ അന്വേഷിക്കും. ബി ഗോപാലകൃഷ്ണന്റെ പരാമർശത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രംഗത്തെത്തി. പൊന്നാനി എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ആസ്ഥാനമാണ്, അല്ലേ? അവിടെ ഹിന്ദു MLA-മാരാണ് ഉണ്ടായിരുന്നത്. പലപ്പോഴും ഗുരുവായൂരിൽ മുസ്ലിം MLA-മാരുണ്ടായിട്ടുണ്ട്. പല സ്ഥലത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ ചില സവിശേഷതകളാണ്. പിന്നെ BJP-ക്കാർ ഇത് പറയണതിൽ വല്ല അത്ഭുതം ഉണ്ടാവില്ല. ജാതി പറഞ്ഞ് മതം പറഞ്ഞ് അവർ വോട്ട് പിടിക്കുന്നത്. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.